മട്ടൻ കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും മടിയാണ് കേട്ടോ. പക്ഷേ ഇങ്ങനൊന്നും ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ പാത്രം കാലിയാവുന്നത് അറിയില്ല. കഴുകി വൃത്തിയാക്കിയ മട്ടനിലോട്ട് ഇതാ ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ റെസ്റ്റിങ് ആണ്. പിന്നെ നമ്മളിത് അതിലോട്ട് വറ്റൽമുളകും, ചെറിയ ജീരകവും, വലിയ ജീരകവും, കുരുമുളകും, പട്ടിയും ഗ്രാമ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു മസാലക്കൂട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെച്ച മട്ടനൊക്കെ അത് വേവിക്കാൻ വേണ്ടി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ മസാലപ്പൊടി ഒന്ന് പൊടിച്ചെടുക്കുക. മസാലപ്പൊടി എന്തിനാലേ പൊടിച്ചെടുക്കുന്നത്, മസാലക്കൂട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. പിന്നെ വീണ്ടും പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എണ്ണ ഒഴിക്കുക. കറിവേപ്പിലയും സവാളയും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ട് വേവിച്ച് വെച്ച മട്ടൻ്റെ കഷ്ണങ്ങളൊക്കെ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മട്ടൻ വേവിച്ച വെള്ളം നമ്മൾ കളയാൻ പാടില്ല. കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കണം. അങ്ങനെ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം.